ഞാൻ മരിക്കണവരെ ഇതെന്നെ പിന്തുടർന്നുണ്ട്. എന്നോട് ആൾക്കാർ കാണിക്കുന്ന ഒരു ക്രൂരതയായിരുന്നു. അത് ചെയ്ത ആൾക്കാരുടെ പേരിൽ ഞാൻ സോറി ചോദിക്കുന്നു. എന്നെ ആദ്യം വിളിച്ചത് താങ്കളാണ്. ഇതറിഞ്ഞിട്ട്, ഇത് കണ്ടിട്ട്, ഇതിങ്ങനെ സിനിമ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ആളാണെന്ന് അറിഞ്ഞിട്ട് ആദ്യം വിളിച്ചത് താങ്കളാണ്. അതിലെല്ലാം ഉപരി എന്നെ വിഷമിപ്പിച്ചത് എൻ്റെ മകനുണ്ടായ ബുദ്ധിമുട്ടാണ്. അവനെ കൂട്ടുകാരി കളിയാക്കുമായിരുന്നു. അവസാനം അവനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകേണ്ടി വന്നു. പക്ഷെ ഇതെല്ലാം കണ്ടിട്ടും ആരും എന്നെ എടുക്കാൻ വന്നില്ല. എൻ്റെ മകൻ വിളിച്ചു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകനാണ് ഓടി വന്നത്. വാഴ 2 എന്ന് പറയുന്ന ഒരു ഫിലിമാണ് ചേട്ടൻ്റെ ലൈഫ് മാറ്റിമറിച്ചല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ആ പടം എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും. ബിജുക്കുട്ടൻ അഭിനയിച്ച ആ കഥാപാത്രം ശരിക്കും എൻ്റെ ലൈഫിൽ സംഭവിച്ചാണ്. ഒരു ഗുണ്ടെന്ന് പറഞ്ഞ പടക്കം അതിന് തീ കൊളുത്താൻ ശ്രമിച്ചപ്പോൾ ഇത് പൊട്ടിയെന്നുള്ള ധാരണയിൽ ഞാൻ തിരിച്ചോടുകയും ചെയ്തത്. സ്ലാബും റോഡും കൂടി ചേരുന്ന ഭാഗത്ത് വീഴുകയാണ് ചെയ്തത്. ആ വീഴ്ചയിൽ ശരിക്കും എനിക്ക് ഇന്നത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ ഞാൻ മരിച്ചു പോകും. പക്ഷെ ഞാൻ അനുഭവിച്ച വിഷമം അതാരും എന്നോട് ചോദിച്ചിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. മാനസികമായിട്ട് എന്നെ ഒരുപാട് ഹർട്ട് ചെയ്തൊരു, ഇപ്പൊ തന്നെ എനിക്ക് അത് പറയുമ്പോൾ സങ്കടം വരും. എന്നെ മദ്യപാനിയാക്കുകയും വളരെ മോശമായ രീതിയിലൊക്കെയാണ് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഓരോ വിഷു വരുമ്പോഴും അല്ലെങ്കിൽ ഒരു ദീപാവലി വരുമ്പോഴും ഞാൻ എൻ്റെ ഫോൺ ഓഫ് ചെയ്യും. നാളെ ഒരാൾക്ക് ഇതുപോലെ ഉണ്ടാകുമ്പോൾ അത് കോമഡി അല്ല, അദ്ദേഹത്തിന് എന്തു പറ്റി എന്നാണ് ചോദിക്കേണ്ടത്.